സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തുന്ന ദേശീയപാതാ നിർമ്മാണം അപകടത്തിന് വഴിയൊരുക്കുന്നുവെന്ന് പരാതി. ഒരാഴ്ചയ്ക്കിടെ കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് 3 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കൊട്ടിയം പൗരസമിതി ആവശ്യപ്പെട്ടു. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കാതെ ഹൈവേ അതോറിറ്റി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയപ്പോൾ കൊല്ലം കൊട്ടിയത്ത് പൊലിച്ചത് 2 ജീവനുകൾ. അശാസ്ത്രീയമായി റോഡരികിൽ മണ്ണ് കൂട്ടിയിട്ടതിൽ നിന്ന് പൊരിവെയിലത്ത് പൊടിവാറി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. ദേശീയപാത 6 വരി പാതയാക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോഴും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമാക്കാത്തത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സാജിദാണ് മിനിഞ്ഞാന്ന് അപകടത്തിൽ മരിച്ചത്. 7 ദിവസം മുൻപ് മറ്റൊരു അപകടത്തിൽ തനിവിള പുത്തൻവീട്ടിൽ ശരത്ത്, പ്ലാക്കാട് VS ഭവനിൽ വിഷ്ണു എന്നിവരും മരിച്ചിരുന്നു. റോഡിന്റെ പല വശത്തും വീതി കുറവാണ്. കൂടാതെ ഇരുവശങ്ങളിലും വലിയ കുഴികളുണ്ട്. റോഡിൽ നിന്ന് പൊടിമണ്ണ് പാറുന്നത് കാഴ്ച മറയ്ക്കുന്നു. ഇത് ഇരുചക്ര വാഹനക്കാർക്ക് ദുരിതമാണ്. രാത്രികാലമായാൽ കൊട്ടിയം മുതൽ ഈ ഇത്തിക്കര വരെയുള്ള പ്രദേശങ്ങളിൽ യാതൊരുവിധ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മൈലക്കാട് ഇറക്കത്ത് തന്നെ വലിയ കൂനയായിട്ട് മണ്ണ് ശേഖരിച്ച് വെച്ചേക്കുന്നു. ഇതെല്ലാം രാത്രികാലങ്ങളിൽ പൊടിപടലമായി വരുന്ന വാഹനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വിഷ്ണു എന്ന ഒരു ആൾ മരണപ്പെടുകയുണ്ടായത്. റോഡ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സാമഗ്രികൾ കൊണ്ട് റോഡ് നിറഞ്ഞതും അപകടത്തിന് കാരണമാകുന്നുണ്ട്. ബസ് സ്റ്റോപ്പ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ദേശീയപാതയിൽ. രാവിലെയും വൈകിട്ടും മണ്ണ് പറക്കുന്ന ഭാഗം നനയ്ക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ല. അതേപോലെ തന്നെ വാർണിംഗ് ലൈറ്റുകളോ വാർണിംഗ് ടേപ്പുകളോ ഇന്നലെ നടന്ന മരണവുമായി ബന്ധപ്പെട്ട് അവിടെ റോഡിന് വീതി കുറവാണ്. അവിടെ ഒരു ബാരിക്കേഡോ അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ലാതെ, യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ ആണ് ഇവരുടെ ഈ പണി നടത്തുന്നത്. ഇത്രയേറെ അപകടങ്ങൾ ഉണ്ടായിട്ടും പോലീസിന് ഇതൊന്നും കണ്ടഭാവം നടിക്കുന്നില്ല. സുരക്ഷാ നടപടികൾ സ്വീകരിക്കാത്ത കരാറുകാർക്കും ബന്ധപ്പെട്ടവർക്കുമെതിരെ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റിപ്പോർട്ടർ, കൊല്ലം.